പ്രൈസ് ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി സങ്കീർത്തനം 127 അധ്യായം 2 വാക്യം വായിക്കാം. നിങ്ങൾ അതികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നേ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ശലോമോൻ, ജ്ഞാനിയായ ശലോമോൻ യഹോവയായ ദൈവം 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് അവന് ജ്ഞാനവും അറിവും കൊടുത്ത ഇസ്രായേലിന്റെ 3ാമത്തെ രാജാവായിരുന്ന ശലോമോൻ സങ്കീർത്തനം എഴുതിയപ്പോൾ തൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ദൈവം ശലോമോന് കൊടുത്ത ജ്ഞാനത്തിൽ നിന്ന് ശലോമോൻ പറയുകയാണ്, മനുഷ്യൻ അതികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നേ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. യഹോവയ്ക്ക് ഇഷ്ടമുള്ള മനുഷ്യന്, ദൈവത്തിന് ഇഷ്ടമുള്ള മനുഷ്യന് ദൈവം അത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് ശലോമോൻ തന്റെ സങ്കീർത്തനത്തിൽ നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവത്തിന് നമ്മൾ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതാ ദിവസത്തിൽ അന്നത്തെ ദോഷം മതി. അത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ദൈവത്തിന്റെ രാജ്യവും നീതിയുമാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. അങ്ങനെ ദൈവത്തെ നമ്മൾ രക്ഷിതാവായി സ്വീകരിച്ച്, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, വിശ്വാസ സ്നാനമേറ്റ് ദൈവത്തോട് ചേർന്ന് നമ്മൾ നടക്കുന്നു എങ്കിൽ നമുക്ക് എന്താണ് ആവശ്യമെന്ന് നമ്മൾ ചോദിക്കുന്നതിനും നിനക്കുന്നതിനും മുമ്പ് നമ്മുടെ പിതാവായ ദൈവം തമ്പുരാന് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നമുക്ക് കിട്ടും, ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതാ ദിവസത്തെ അന്നത്തെ ദോഷം മതി. നമ്മുടെ സർവശക്തനായ നമ്മുടെ പിതാവായ ദൈവം തമ്പുരാന് അറിയാം തന്റെ മക്കൾക്ക് എന്താണ് വേണ്ടത് എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരണം. ദൈവത്തിന്റെ മക്കളായി തീർന്നാൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ ചോദിക്കുന്നതിനും നിനക്കുന്നതിന് മുമ്പ് അറിയാവുന്ന ദൈവമുണ്ട്. ആ ദൈവം നമുക്ക് തരും എന്ന് പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, എന്നാൽ നിങ്ങളിൽ ഒരപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പോ ഭൂമിയിലുള്ള മനുഷ്യൻ എല്ലാവരും ആരാണ്? ദോഷികളാണ് നമ്മൾ. ആ ദോഷികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളാണ് കൊടുക്കുന്നത്. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കില്ല, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കില്ല, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുകയില്ല. അങ്ങനെ ദോഷികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നു. നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് എപ്പോഴും നല്ല ദാനങ്ങൾ കൊടുക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്വനായ ദൈവം എത്രയധികം നമുക്ക് തരുമെന്നാണ് യേശു കർത്താവ് നമ്മൾ പറയുന്നത്. നമ്മൾ ദോഷികളാണ്. ഈ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാവരും ദോഷികളാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ സ്വർഗസ്വനായ അമ്മയേക്കാൾ ഉപരിയായി, അപ്പനേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്ന ആ ദൈവമുണ്ടല്ലോ, ആ ദൈവം നമുക്ക് ഏറ്റവും നല്ല ദാനങ്ങൾ തരുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ശലോമോൻ സഭാപ്രസംഗി എഴുതിയപ്പോൾ 2-ാം അധ്യായം അവസാനത്തെ വാക്യത്തിൽ ദൈവം പറയുകയാണ്, തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. അപ്പൊ ജ്ഞാനവും അറിവും സന്തോഷവും ആർക്കാണ് കൊടുക്കുന്നത്? തനിക്ക് പ്രസാദമുള്ള മനുഷ്യനാണ്, ദൈവത്തിന് ഇഷ്ടമുള്ള മനുഷ്യനാണ്, ദൈവത്തിന്റെ മക്കൾക്കാണ്, സ്വന്തം മക്കൾക്കാണ് ദൈവം
ജ്ഞാനവും അറിവും സന്തോഷവും കൂടും. നമുക്ക് സന്തോഷം വേണമെങ്കിൽ അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. യോഹന്നാൻ 14 അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം, നിത്യമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. ദൈവം ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തത് സമ്പത്തല്ല, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തത് സമാധാനമാണ്. നമുക്ക് നിത്യമായ സമാധാനം വാഗ്ദത്തം ചെയ്തത് യേശു കർത്താവാണ്. യേശു പറയുകയാണ്, തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിയായ ദൈവം ആരാണ്? പാപി യേശു കർത്താവിനെ, നമ്മുടെ സൃഷ്ടാവിനെ അംഗീകരിക്കാത്തവൻ, നമ്മുടെ സൃഷ്ടാവിനെ ദൈവമായി അംഗീകരിക്കാത്തവൻ, അവനെ പാപി എന്നാണ്, അവന്റെ പാപി എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവൻ അനുഭവിക്കുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാടുകൾ കൊടുക്കുന്നു. അത് മായയും വൃഥാ പ്രയത്നവും അത്രേ. പാപിയായ മനുഷ്യന് ദൈവം കൊടുക്കുന്ന കഷ്ടപ്പാടുണ്ടല്ലോ, അവൻ വളരെ കഷ്ടപ്പെട്ട് രാത്രി മുഴുവനും പണിയെടുത്ത് അവൻ അധികാലത്ത് എഴുന്നേറ്റ് പോയി കഠിനോധ്വാനം ചെയ്ത് പണം സമ്പാദിക്കുന്നു. പക്ഷേ ദൈവം തമ്പുരാൻ എന്തു ചെയ്യും? ആ പണമെടുത്ത് തന്റെ പ്രിയ മക്കൾക്ക്, തന്നെ രക്ഷിതാവായി സ്വീകരിച്ച മക്കൾക്ക്, തന്റെ മക്കൾക്ക് അവൻ കൊടുക്കും. അതാണ് ദൈവം പറയുകയാണ്, അതെടുത്ത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ദൈവമാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തെ, യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിച്ചാൽ, യേശുവിനെ നമ്മുടെ ഉടയവനായി സ്വീകരിച്ചാൽ, അവനോട് ചേർന്ന് നടന്നാൽ, നാം അവന്റെ കരങ്ങളിൽ ഇരുന്നാൽ, നമുക്ക് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരുമെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ ശലോമോൻ വീണ്ടും പറയുകയാണ്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. നമ്മൾ സമ്പത്തുണ്ടാകുവാൻ വേണ്ടി എത്ര അധ്വാനിച്ചാലും അത് കൂടുകയില്ല. അത് കൂടണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം വേണം. സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കണം. അങ്ങനെ അനുഗ്രഹിച്ചില്ലെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് സമ്പത്ത് ഉണ്ടാകുകയുള്ളൂ. യഹോവ തന്റെ കരം തുറന്ന് നമ്മെ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമ്പത്ത് ഉണ്ടാകുകയുള്ളൂ എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ദൈവത്തെ നമ്മൾ ദൈവത്തെ നമ്മൾ ആശ്രയിച്ചില്ലെങ്കിൽ, ദൈവത്തിൽ നമ്മൾ ആശ്രയം വെച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടാകുകയില്ല, അനുഗ്രഹം ഉണ്ടാകുകയില്ല. ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കണമെന്നാണ് ദൈവം നമ്മെ ഓർപ്പെടുത്തുന്നത്. തന്റെ മക്കൾക്ക് താൻ അത് കൊടുക്കും. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് മരുഭൂമിയിൽ കൂടെ അവൻ നടത്തിയപ്പോൾ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. പകൽ മേഘസ്തംഭം എന്തിനാണ്? തന്റെ മക്കൾ നടന്നു പോകുമ്പോൾ അവർ വെയിൽ കൊള്ളാതിരിക്കുന്നതിന് മുകളില് ഒരു മൂടുപടമായിട്ട് തന്റെ മക്കളെ നടത്തുന്ന അവർ ദൈവം. രാത്രി അഗ്നിസ്തംഭം എന്താണ്? രാത്രി അവർക്ക് വെട്ടം കാണുന്നതിന് വേണ്ടി അവർ അഗ്നിസ്തംഭം വെക്കുകയാണ്. അത് മാത്രമല്ല, അവർക്ക് മരുഭൂമിയില് പാറയെ പിളർന്ന് അവർക്ക് വെള്ളം കൊടുത്ത ദൈവമാണ്. ദാഹിച്ചപ്പോൾ പാറയെ പിളർന്ന് അവർക്ക് ദൈവം കൊടുത്ത വെള്ളം കൊടുത്ത ദൈവമാണ്. അവർക്ക് ഭക്ഷിക്കുവാൻ മന്നായും കാടപ്പക്ഷിയും ദൈവം കൊടുത്തു. മന്ന, സ്വർഗീയ ഭോജനമായ മന്ന അവർക്ക് ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ഇറച്ചി ഭക്ഷിക്കുന്നതിന് വേണ്ടി കടലിലെ ലിവിയാഥാന്റെ തലകളെ തകർത്ത്, ലിവിയാഥാൻ എന്ന ആ വലിയ മത്സ്യത്തിന്റെ തലകളെ തകർത്ത് തന്റെ ഇസ്രായേൽ മക്കളായ തന്റെ മക്കൾക്ക് ഇറച്ചി തിന്നുന്നതിന് വേണ്ടി അവർ ഇറച്ചിയെ കൊടുത്തു. ഏകദേശം 30 ലക്ഷത്തോളം ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇറച്ചി കഴിക്കുന്നതിന്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മന്ന കഴിക്കുന്നതിന് ദൈവ സ്വർഗീയ ഭോജനങ്ങളെ കൊടുത്ത് പരിപോഷിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ യഹോവയില്ലാത്ത ജീവിതമാണ് നമുക്ക് സമാധാനം പോകുന്നത്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ സമാധാനമാണ്, അവൻ പ്രകാശമാണ്. ഹല്ലേലൂയ. ദൈവമില്ലാത്ത ജീവിതം കൂരിരുട്ടാണ്, സമാധാനമില്ലാത്ത ജീവിതമാണ്.
ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും ദൈവത്തോട് പറ്റിച്ചേർന്ന് നമ്മൾ ഇരിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നവോമി ഹല്ലേലൂയ അപ്പത്തിന്റെ നാടായ ബേത്ലേഹേമിൽ നിന്ന് മോവാബ് ദേശത്തേക്ക് യാത്ര ചെയ്തപ്പോൾ അവളുടെ ഭർത്താവ് മരിച്ചുപോയി. അവളുടെ 2 മക്കളും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. തിരിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ബേത്ലേഹേമിലേക്ക് അവൾ തിരിച്ചു വന്നപ്പോൾ അവൾക്ക് എല്ലാം കിട്ടി. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറി മാറി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. സങ്കീർത്തനം 127 2 വാക്യം. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രയും. തന്റെ പ്രിയനോ അത് അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. നിങ്ങൾ അധികാലത്തെ എഴുന്നേറ്റ് താമസിച്ച് കിടക്കുവാൻ പോകുന്നു, കഠിന പ്രയത്നം ചെയ്യുന്നു വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് നമ്മൾ ദൈവത്തിന്റെ മകളായിരിക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ദൈവം നമുക്ക് തരും. സമാധാനം അവൻ തരും, സമ്പത്ത് അവൻ തരും, ആരോഗ്യം അവൻ തരും. ഹല്ലേലൂയ. ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് ജയം അവൻ തരും. ഹല്ലേലൂയ. ദൈവം നമ്മെ മതിലിട്ട് സൂക്ഷിക്കുന്ന ദൈവമാണ്. യോബിന്റെ ജീവിതത്തിൽ യോബിനെ ദൈവം മതിലിട്ട് സൂക്ഷിച്ച ദൈവമാണ്. നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവം നമ്മെ മതിൽ കെട്ടി സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിന്റെ സംരക്ഷണം, ദൈവം നമ്മെ മതിൽ കെട്ടി സൂക്ഷിക്കുന്ന വിധത്തിനായി നാം ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.